പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നതിന് പ്രതി ഈശോയ്ക്ക് നന്ദി പറയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്നലെ ഒരു സഹോദരൻ വൈകിട്ട് വിളിച്ചിട്ട് പറയായിരുന്നു, അച്ഛൻ ഇന്നലെ പറഞ്ഞില്ലേ അച്ഛാ, ജീവിതം, വാക്ക്, അതുപോലെ തന്നെ പ്രാർത്ഥന, ഇത് മൂന്ന് ദിശയിലാണ് പോകുന്നത്. ഞാൻ എന്ത് ചെയ്യുക അച്ഛൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ? ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് സഹോദരന് മാത്രം ഒരു പ്രയാസമല്ല, നമ്മളെല്ലാവരുടെയും ഒരു വേദനയാണ് ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. ജീവിതവും പ്രാർത്ഥനയും ഒരേ ദിശയിൽ കൊണ്ടുപോകുക എന്നുള്ളത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുന്നു. നമ്മളതിനെക്കുറിച്ചൊരു തിരിച്ചറിവ്, എൻ്റെ ജീവിതവും പ്രാർത്ഥനയും രണ്ട് വഴിക്കാണ് പോകുന്നതെന്നുള്ളൊരു അറിവ് തന്നെ വലിയൊരു തിരിച്ചറിവാണ്. അത് ആത്മാവ് നൽകുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാമെന്ന് പറയുകയുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സക്കറിയ 2:5. ഇവിടെ ജെറുസലേമിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാനതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും, കർത്താവ് അരുൾ ചെയ്യുന്നു. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ജെറുസലേം എന്ന പദം ഉപയോഗിക്കുന്നത് തന്നെ യഹൂദരെ സംബന്ധിച്ച് ഏക ദേവാലയം ജെറുസലേം അല്ലേ. അപ്പോൾ അതൊരു ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചുറ്റും ഒരു സംരക്ഷണ വേലി, നമ്മൾ വിശുദ്ധരുടെ ചുറ്റൊക്കെ ഒരു റൗണ്ട് ഇതിൽ നമ്മളൊരു തീഗോളം പോലത്തെ ഒരു സംഭവം നമ്മൾ തലയിൽ കാണില്ലേ. അപ്പോൾ ഇതുപോലെ ഇത് ശരിക്കും പ്രിയ സഹോദരൻ, നമ്മൾ ഈശോയെ ആരാധിക്കുന്ന ഒരു സമൂഹമാകുമ്പോൾ, ഈശോയെ ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മൾ അഗ്നി കൊണ്ടുള്ള, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കൊണ്ടുള്ള ഒരു സംരക്ഷണം നമുക്കുണ്ടായിരിക്കും എന്ന് മാത്രമല്ല, അതിൻ്റെ മഹത്വം യേശു ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതങ്ങളിലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കൃപയിൽ, പ്രാർത്ഥനയിലായിരിക്കുക സഹോദരങ്ങളെ. ചിലപ്പോൾ നമുക്കൊരു ഇച്ചിരി പേടിയൊക്കെ തോന്നാം. ചിലപ്പോൾ ദൈവമേ ഇതെന്തായിരിക്കും, എങ്ങനെ വരും, അങ്ങനെ ആദ്യമൊക്കെ വരും. ആ സമയത്ത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കൊണ്ട് സ്വർഗം നമുക്ക് ചുറ്റും കോട്ട കെട്ടിയിരിക്കുകയാണ്. നമ്മൾ പേടിക്കരുത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു വചനം അഭിഷേകമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭയത്തിൻ്റെ അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ ഒക്കെ മേഖലയിൽ ഈ ഏതെങ്കിലും ദൈവജനത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, ഈ വചനം അഗ്നിയായ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ, രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.